ഹായ് മക്കളെ, അപ്പം നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ പേജ് 42 പ്രോബ്ലംസ് ആയിരുന്നു അല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 7 വരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിഡു മാത്സിലേക്ക് സ്വാഗതം. സുഖാണല്ലോ അല്ലേ മക്കൾക്ക്? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താ പറയണേന്ന് നോക്കിയേ. പ്രൂവ് ദാറ്റ് the two circles drawn on the two equal sides of an isosceles triangle as diameters pass through the midpoint of the third side. എന്താണ്? Two circles drawn on two equal sides of an isosceles triangle. അപ്പോൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ വരയ്ക്കണം. എന്താ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത? അതിൻ്റെ രണ്ട് സൈഡുകൾ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് നോക്കാം, നമുക്കൊരു ഐസോസിലസ് ട്രയാങ്കിൾ വരയ്ക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇവർ പറയണതൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇച്ചിരി വലിയ ട്രയാങ്കിൾ വരയ്ക്കാമെന്നാണ് മിസ് വിചാരിക്കണേ. അപ്പോൾ ഇതിൻ്റെ 10 സെൻറ്റിമീറ്റർ ബേസ് എടുത്ത് വരച്ചു. ഓക്കെ, 10 സെൻറ്റിമീറ്റർ ബേസ് എടുത്ത് വരച്ചു. അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഇനി മറ്റ് രണ്ട് വശങ്ങൾ എന്തായിരിക്കണം? സെയിം ലെങ്ത്തിലായിരിക്കണം അല്ലേ. നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ കിട്ടി. ഇതെത്രയാണ്? 8 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ. ഇനി എന്താ പറഞ്ഞേക്കണേ? ഈ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡിൽ ഈക്വൽ സൈഡുകളിൽ ഡയമീറ്റർ ആയിട്ട് വരുന്ന രീതിയിലുള്ള സർക്കിളുകൾ വരയ്ക്കണം എന്നല്ലേ. അപ്പോൾ ഇതിപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ 8 കിട്ടുന്ന സർക്കിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കണം? റേഡിയസ് 4 വരുന്ന സർക്കിൾ നമ്മൾ വരയ്ക്കണം. അതെടുത്തിട്ട് നമ്മളിതേ ഇവിടെ ആദ്യം നമുക്ക് സെൻറ്റർ ഇവിടെ വരുമെന്ന് അറിയണ്ടേ. നമ്മളിവിടെ കുത്തിയിട്ട് നമുക്കൊരു ആർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അവിടെ കുത്തുമ്പോൾ നമുക്കിനി എന്ത് കിട്ടും? കൃത്യം സെൻറ്റർ കിട്ടും. എന്നിട്ട് നമുക്കൊരു സർക്കിൾ ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്യാം. അതുപോലെ ഇനി എന്ത് വേണം? ഈ വശത്ത് വെച്ചിട്ട് രണ്ട് ഈക്വൽ സൈഡുകളുടെ രണ്ടിടത്തും വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്തു. അവരെന്താ പറയണേ? ഇങ്ങനെ നിങ്ങളൊരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ ഇവർ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടിയ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് നമ്മുടെ ഈ ബേസ് ലൈനായിട്ടുള്ള, നമ്മളിതിനൊരു പേര് കൊടുക്കാൻ പോവാണ് കേട്ടോ. XYZ എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഇവർ തമ്മിൽ ഈ കൂട്ടിമുട്ടി ഈ പോയിന്റിന് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. H എന്ന് കൊടുത്തു. ഈ H എന്ന് പറയണ ഈ മിഡ് പോയിന്റ് H എന്ന് പറയണ ഇവർ തമ്മിൽ ഈ കോയിൻസൈഡ് ചെയ്ത് ഈ പോയിന്റ് ഉണ്ടല്ലോ, അത് ഈ XYയുടെ മിഡ് പോയിന്റ് ആയിരിക്കും എന്ന് തെളിയിക്കണം. ഇതിപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഇതിൻ്റെ കേസിൽ മാത്രമല്ല, നിങ്ങൾ ഏതൊരു ഐസോസിലസ് ട്രയാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ സൈഡുകൾ ഈക്വൽ സൈഡ് ഡയമീറ്റർ ആയിട്ട് എടുത്തൊരു സർക്കിൾ വരച്ചാലും എപ്പോഴും അത് എവിടെയായിരിക്കും കൂട്ടിമുട്ടാന്ന്? തേർഡ് സൈഡിൻ്റെ മിഡ് പോയിന്റിൽ കൂട്ടിമുട്ടുമെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ ഇങ്ങനൊരു സംഭവമുള്ള കാര്യം. അപ്പോൾ ഇതൊരു പുതിയ റിസൾട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ തെളിയിച്ച് കാണിക്കണം. ഇതെങ്ങനെയാണ് ഇത് പറയണത്, ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണം? ചില കൺസ്ട്രക്ഷൻസ് ഒക്കെ ചിലപ്പോൾ നടത്തേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ സെൻറ്റർ, ഇതിൻ്റെ സെൻറ്റർ ഇട്ട് നമ്മൾ ആ സെൻറ്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. മറന്നു പോകരുത്, നമുക്ക് ചിലപ്പോൾ പിന്നീട് ആവശ്യം വരും. നമ്മളൊരു കൺസ്ട്രക്ഷൻ നടത്താൻ പോവാണ്. എന്താണ് നമ്മൾ നടത്താൻ പോകുന്ന കൺസ്ട്രക്ഷൻ? ഇവരെ തമ്മിൽ നമ്മളൊന്ന് കൂട്ടി വരയ്ക്കും. അപ്പോൾ നമ്മളായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ ഡോട്ടഡ് ലൈൻസിലൊക്കെ വരയ്ക്കുള്ളൂ കേട്ടോ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ആദ്യം എഴുതാം. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് H ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് XY എന്ന് പ്രൂവ് ചെയ്യണം. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ്? XH ഈക്വൽ ടു HY എന്ന് പ്രൂവ് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ നമ്മൾ പ്രൂഫ് തുടങ്ങുകയാണ്. പ്രൂഫ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കൺസ്ട്രക്ഷൻ എന്താണോ അത് എഴുതാം. എന്താണ് നമ്മൾ ചെയ്ത കൺസ്ട്രക്ഷൻ? ജോയിൻ ZH നമ്മൾ ജോയിൻ ചെയ്തു. ജോയിൻ ZH, അതാണ് നമ്മൾ ചെയ്ത കൺസ്ട്രക്ഷൻ. ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം എന്തെങ്കിലും സംഭവിച്ചതായിട്ട് മക്കൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ നോക്കിക്കേ, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കുമോ? അതുപോലെ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കുമോ? നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. 90 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും?
ഇതേ നമ്മുടെ ഈ സർക്കിൾ എടുത്തേ. ഈ സർക്കിളിൻ്റെ സെമി സർക്കിൾ അല്ലേ ഇത്, അല്ലേ? ഈ സർക്കിളിൻ്റെ സെമി സർക്കിൾ അല്ലേ? അപ്പോൾ ആ സെമി സർക്കിള് ഇതേ നമ്മുടെ സർക്കിളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ അല്ലേ ഇത്, ഓൺ ദ സർക്കിൾ. അപ്പോൾ അത് 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇത് ഇപ്പുറത്തെ സർക്കിൾ എടുക്കുമ്പോൾ അതിന് സർക്കിളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ അല്ലേ ഇത്, അപ്പോൾ അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ എച്ച് എന്ന് പറയുന്ന പോയിന്റിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരു 90 ഡിഗ്രി ആംഗിളാണ് ഉണ്ടാവണേ. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും 90 ഡിഗ്രി ആംഗിൾ ഉണ്ടായാൽ എന്താ ഉണ്ടാവുക? ടോട്ടൽ എത്ര വരും? 180 വരും, അല്ലേ? നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇത് മിഡ് പോയിന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ആദ്യം ഇതെന്താണ്, ഇത് ഒരു ലൈനിലാണെന്ന് ഇപ്പോൾ പ്രൂവ് ചെയ്യും. എച്ച് ആണ് മിഡ് പോയിന്റ് എന്ന് കാണിക്കാൻ നമ്മൾ എക്സ് എച്ച് വൈ ഒരേ ലൈനിലാണെന്ന് തെളിയിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? എച്ച് മിഡ് പോയിന്റ് ആണെന്ന് കാണിക്കും. അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് എന്ത് കിട്ടി? ഇങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആംഗിൾ എക്സ് എച്ച് ഇസഡ് ഈക്വൽ ടു ആംഗിൾ വൈ എച്ച് ഇസഡ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടി. റീസൺ എന്ത് ചെയ്തും? ആംഗിൾ ഓൺ എ സെമി സർക്കിൾ ഈസ് 90. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് 90 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോൾ ദെയർഫോർ എന്ത് വന്നു? ആംഗിൾ എക്സ് എച്ച് ഇസഡ് പ്ലസ് ആംഗിൾ വൈ എച്ച് ഇസഡ്, ഇവരെ രണ്ടുപേരെയും തമ്മിൽ കൂട്ടുക. അപ്പോൾ 90 + 90 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 180 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ ഇത് രണ്ടുപേരും കൂടി 180 ഡിഗ്രി ആണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്ത് വന്നു? ദെയർഫോർ എക്സ് എച്ച് ഇസഡ് അല്ല എക്സ് എച്ച് വൈ ലൈ ഓൺ എ ലൈൻ. അപ്പോൾ ഇവർ മൂന്ന് പേരും ഒരു ലൈനിലാണ് കിടക്കണേ. അപ്പം ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? ബാക്കി കാര്യം എന്താണ്? ബാക്കി കാര്യം ഈ എച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് പോയിന്റ് ആണെന്നും കൂടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യുക? നോക്കിയേ, ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായേ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, അല്ലേ? എക്സ് ഇസഡ് എച്ച് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഇവരെന്ത് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യും? നമ്മുടെ പൈത്തഗോറസ് തിയറം ഫോളോ ചെയ്യും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പറയാം? ഈ എക്സ് എച്ചിൻ്റെ ലെങ്ത് പറയാൻ പറ്റുമല്ലോ. എങ്ങനെ പറയും നമ്മൾ? ഇൻ റൈറ്റ് ട്രയാങ്കിൾ എക്സ് എച്ച് ഇസഡ് നമുക്ക് എന്ത് കിട്ടും? എക്സ് എച്ച് ഈക്വൽ ടു എക്സ് എച്ച് എന്താണ് ഇപ്പോൾ വരുന്നത്? ബേസ്, അല്ലേ? ബേസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, അല്ലെ? എക്സ് എച്ച് സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത് ഒഴിവായി കിട്ടും. എക്സ് എച്ച് സ്ക്വയർ എന്ന് വരുമ്പോൾ എന്ത് വരും? എക്സ് എച്ച് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ എക്സ് എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എച്ച് സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടെ ആരാ ഹൈപ്പോട്ന്യൂസ്? എക്സ് ഇസഡ് മൈനസ് എ സ്ക്വയർ എന്ന് വെച്ചാൽ ആരാണ്? ഇസഡ് എച്ച് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കിക്കേ, ഈ എക്സ് ഇസഡ് എന്ന് പറയണതും ഇസഡ് വൈ എന്ന് പറയണതും ഒരേ ലെങ്ത് അല്ലേ? കാരണം എന്താ? ഇത് ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ വശങ്ങളാണ്. അപ്പോൾ എക്സ് ഇസഡ് ഈക്വൽ ടു ഇസഡ് വൈ, അല്ലേ? അപ്പോൾ നമുക്ക് ഈ എക്സ് ഇസഡിന് പകരം വേണമെങ്കിൽ ഇസഡ് വൈ എന്ന് കൊടുത്തൂടെ മക്കളെ? അപ്പോൾ എക്സ് ഇസഡിന് പകരം നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്? ഇസഡ് വൈ സ്ക്വയർ എന്ന് കൊടുക്കാൻ പോവാ. എന്തുകൊണ്ടാണ് കൊടുത്തത്? സൈഡിൽ എഴുതണം കേട്ടോ. എന്തുകൊണ്ടാണ്? സിൻസ് എക്സ് ഇസഡ് ഈക്വൽ ടു ഇസഡ് വൈ, അങ്ങനെ ആയതുകൊണ്ടാണ് ഇതിന് പകരം ഇത് കൊടുക്കാൻ പറ്റിയത്. എക്സ് ഇസഡ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് എച്ച് സ്ക്വയർ. അപ്പം ഇസഡ് എച്ച് സ്ക്വയറും ഇസഡ് വൈ സ്ക്വയറും ഇത് ആരുടെ ഫോർമുലയാണ് ശരിക്കും? ഇത് ഇതിൻ്റെ ഹൈപ്പോട്ന്യൂസ് അല്ലേ? ഇസഡ് വൈ സ്ക്വയർ എന്ന് വെച്ചാൽ ഇസഡ് വൈ സ്ക്വയർ, ഓക്കെ, ഇസഡ് വൈ സ്ക്വയർ എന്ന് വെച്ചാൽ ഈ വശത്തിൻ്റെ ലെങ്താ, അല്ലേ? മൈനസ് ഇസഡ് എച്ച് സ്ക്വയർ എന്ന് വെച്ചാൽ എന്ത് വരും? ഇതിൻ്റെ ലെങ്താണ്. അപ്പം നോക്കിയേ, ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ട്രയാങ്കിൾ ഏത് ട്രയാങ്കിളിൽ എത്തി? നമ്മൾ ഈ ട്രയാങ്കിളിൽ തുടങ്ങി, എന്നിട്ട് നമ്മളിപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ വശങ്ങൾ പറഞ്ഞാൽ നിൽക്കുന്നത്. ഇസഡ് വൈ സ്ക്വയർ, അപ്പോൾ ഇത് ഇതിൻ്റെ ഹൈപ്പോട്ന്യൂസ്. ഇസഡ് എച്ച് സ്ക്വയർ, അപ്പോൾ ഇത് ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് ആരുടെ ലെങ്ത് ആണ്? ഇസഡ് വൈയുടെ എച്ച് വൈയുടെ ലെങ്ത് അല്ലേ? എച്ച് വൈ സ്ക്വയർ അല്ലേ? അപ്പം നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇനി എന്ത് എഴുതാം? ഇസഡ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് എച്ച് സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാം? എച്ച് വൈ സ്ക്വയർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തും പറഞ്ഞാൽ തുടങ്ങിയേ? ഇതിൻ്റെ ലെങ്ത്തിൻ്റെ സ്ക്വയറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങി. എന്നിട്ട് ഇപ്പം എന്ത് കിട്ടി? ദിസ് ഈക്വൽ ടു ഇതെന്ന് കിട്ടി. ദെയർഫോർ എക്സ് എച്ച് സ്ക്വയർ ഈക്വൽ ടു എച്ച് വൈ സ്ക്വയർ എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് എന്താണ്? എക്സ് എച്ച് ഈക്വൽ ടു എച്ച് വൈ.
എക്സ് എച്ച് ഈക്വൽ ടു എച്ച് വൈ. അതല്ലായിരുന്നോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടേ? കണ്ടോ, ഇതല്ലായിരുന്നോ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്? എക്സ് എച്ച് ഈക്വൽ ടു എച്ച് വൈ. ഹെൻസ് പ്രൂവ്ഡ്. ഉള്ളൂ, എളുപ്പമല്ലേ? ഇനി നിങ്ങൾക്ക് എക്സും എച്ചും വൈ എന്നൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എ ബി സി തന്നെ എടുത്തോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പം ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് വരാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പറയണേ? പ്രൂവ് ദാറ്റ്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ പറയണേ. പ്രൂവ് ദാറ്റ് all 4 circles drawn with the sides of a rhombus as diameters pass through a common point. എന്താണ്? ഒരു റോംബസിൻ്റെ 4 സൈഡുകൾ കണ്ടു കഴിഞ്ഞാൽ നല്ല എന്തോ ഭംഗിയുള്ള പിക്ചർ പോലെ ഉണ്ട് അല്ലേ? എന്താ ചെയ്തിരിക്കുന്ന സത്യത്തിൽ അത്? റോംബസിൻ്റെ 4 വശം. എന്തിട്ട് മക്കളെ ഈ റോംബസിനെ പരിചയമുണ്ടോ? ആരത്? നമ്മുടെ ക്വാഡ്രിലാറ്ററൽ കുടുംബത്തിലെ ഒരാളാണ് അല്ലേ? പാരലോഗ്രാമിൻ്റെ ഒക്കെ ഫാമിലിയിൽ പെടും. എന്താണ് പ്രത്യേകത റോംബസിൻ്റെ? അതിൻ്റെ 4 വശങ്ങൾ ഈക്വലാണ്. 4 വശങ്ങൾ ഈക്വലാണ്. എന്നാൽ പിന്നെ റോംബസ് എന്ന് വിളിച്ച സ്ക്വയർ എന്ന് വിളിച്ചാൽ മതിയായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് റോംബസ് എന്ന് വിളിച്ചപ്പോൾ? സ്ക്വയറും റോംബസിനും എന്താ വ്യത്യാസം? റോംബസിൻ്റെ 4 വശം ഈക്വൽ, സ്ക്വയറിൻ്റെ 4 വശം ഈക്വൽ. പിന്നെ എന്തിനാ അപ്പോൾ വേറെ പേരിട്ടെ? അപ്പോൾ അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസമുള്ളത്? സ്ക്വയറിനെ സംബന്ധിച്ച് എന്താണ്? സ്ക്വയറിൻ്റെ 4 വശവും ഈക്വലുമാണ്. പിന്നെന്താണ്? ഇതെല്ലാം 90 ഡിഗ്രിയാ അല്ലേ? ഈ വശങ്ങൾ 4 ആംഗിൾസ് 4 90 ഡിഗ്രിയാണ്. റോംബസിനോ? റോംബസിന് 4 വശങ്ങൾ 90 ഡിഗ്രി അല്ല, 4 വശങ്ങൾ ഈക്വലാണ്. ശരിയാ, 4 സൈഡ്സ് ഈക്വലാണ്. പക്ഷെ എന്താ? ഈ ആംഗിൾ ആരോടാ ഈക്വൽ ആവുക? ഇങ്ങോരോട്. ഇയാളും ഈക്വൽ ആയിരിക്കും, ഇയാളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് വരാം. 90 ഡിഗ്രി ആവണമെന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇവർ ഈക്വലാണ്, ഇവർ ഈക്വലാണ്. ഇവർ രണ്ടുപേരും സപ്ലിമെൻ്ററി ആണ്, ഇവർ രണ്ടുപേരും സപ്ലിമെൻ്ററി. എന്താ സപ്ലിമെൻ്ററി? ഇവർ രണ്ടുപേരുടെയും കൂടി തുക സം ചെയ്യുമ്പോൾ എത്ര ഇട്ട്? 180. ഇതാണ് റോംബസും സ്ക്വയറും. അപ്പോൾ പേരിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ എന്തുകൊണ്ടാണെന്ന്? അപ്പം നമ്മൾക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇങ്ങനെ റോംബസിൻ്റെ സൈഡായിട്ട് എടുത്ത് റോംബസിൻ്റെ സൈഡ് ഡയമീറ്റർ ആയിട്ട് 4 സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ എന്താ പ്രൂവ് ചെയ്യേണ്ടേ? അത് 4ഉം കൂടി ഒരു പോയിന്റിൽ കൂടി കടന്നു പോകുന്നത്. അതായത് ഈ 4 സർക്കിളും കൂട്ടിമുട്ടണ ഒരു പോയിന്റ് ഉണ്ടാവും. ഇനിയോ അടുത്തത് എന്താ പ്രൂവ് ചെയ്യണ്ടേ? പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആസ് ഇൻ ദ പിക്ചർ. ചുരുക്കി പറഞ്ഞാൽ ഇത് റോംബസിന് മാത്രമല്ല, അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ഏതൊരു ക്വാഡ്രിലാറ്ററലിനും ശരിയാകുന്നു. ആര് ഈ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന വേറെ ക്വാഡ്രിലാറ്ററൽ? നോക്കിയേ, അടുത്ത ഫിഗർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? അതാരാ? കൈറ്റ വരച്ചിരിക്കുന്നത് അല്ലേ? കൈറ്റ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ ക്വാഡ്രിലാറ്ററൽസിൽ? അതിൻ്റെ പ്രത്യേകത എന്താ? 4 വശം ഈക്വൽ ആണോ കൈറ്റിൻ്റെ? അല്ല. എന്താ പ്രത്യേകത? അഡ്ജസൻറ്റ് സൈഡ്സേ ഈക്വൽ ഉള്ളൂ. അതായത് എന്താണ്? അടുത്തടുത്ത് വരുന്ന 2 വശങ്ങൾ ഈക്വൽ. ഇതിപ്പോൾ ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതും ഈക്വൽ, ഇവരും ഈക്വൽ. പിന്നെ ഇങ്ങോട്ടും വരയ്ക്കുന്ന ഇങ്ങോരും ഈക്വൽ. ഓക്കെ, ഇതാണ് കൈറ്റിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ട് അതിൽ സർക്കിൾ വരച്ചാലും അത് ശരിയാകും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇതിൻ്റെ പിക്ചർ എങ്ങനെ നിങ്ങൾ വരയ്ക്കും? നിങ്ങൾക്ക് അറിയോ ഇതെങ്ങനെയാണ് വരയ്ക്കാന്ന്? ശരിക്കും ഫിഗർ നിങ്ങൾക്ക് നോട്ടിൽ ഒരെണ്ണം വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ ഫിഗർ മര്യാദയ്ക്ക് വരയ്ക്കാൻ അറിയണവർക്കേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ റോംബസിൻ്റെ നോക്കാം കേട്ടോ. റോംബസിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ്? 4 വശം ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു വശം ഈക്വലായിട്ട് നമ്മൾ എത്രയാണ് നമുക്ക് സെൻറ്റിമീറ്റർ വേണ്ടതെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ആ ഫിക്സ് ചെയ്ത ലെങ്ത് എടുത്തിട്ട് വേണം റോംബസ് വരയ്ക്കാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ 6 സെൻറ്റിമീറ്റർ ഫിക്സ് ചെയ്തു കേട്ടോ. മിസ് ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ഫിക്സ് ചെയ്തു. ഇങ്ങനെ ചെരിച്ച് വരയ്ക്കണമെന്നൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാലും റോംബസ് കിട്ടും. അപ്പോൾ ചെരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിലെ പോലെ വരാൻ വേണ്ടിയിട്ട് ചെരിച്ച് വരച്ചതാണ്. 6 സെൻറ്റിമീറ്റർ വരച്ചു. 6 സെൻറ്റിമീറ്റർ വരച്ചു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണം? ഈ വശത്ത് നിന്ന് നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ആംഗിൾ മെഷർ എടുക്കാം. എന്താ പ്രത്യേകത? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അഡ്ജസൻറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കണം. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ മിസ് ഒരു 120 ഡിഗ്രി എടുക്കുകയാണ്. 120 ഡിഗ്രി. അപ്പോൾ 120 ഡിഗ്രി വെച്ചിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എത്രയാ സെൻറ്റിമീറ്റർ മുമ്പേ എടുത്തത്? 6 അല്ലേ? അതേ മെഷർമെൻറ്റ് വെച്ചിട്ട് വരയ്ക്കണം. ഇപ്പോൾ ഈ പോയിന്റിൽ നിന്നും 6 സെൻറ്റിമീറ്റർ വെച്ച് വരയ്ക്കുകയാണ്. ഇവിടുന്ന് 6 സെൻറ്റിമീറ്റർ വെച്ച് വരച്ചു. ഇനിയോ ഇവിടെ നമ്മൾ എത്ര എടുത്തത്? 120 ആണ് കേട്ടോ. ഇവിടെ 120 എടുത്ത സ്ഥിതിക്ക് ഇനി ഇവിടെ
സപ്ലിമെൻ്ററി ആവണമെങ്കിൽ ഇനി എത്ര എടുക്കാൻ പാടുള്ളൂ? 60. അപ്പോൾ ഇവിടെ ആംഗിൾ വെച്ചിട്ട് നമ്മൾ എത്ര മെഷർമെൻറ്റ് എടുക്കാൻ പോണേ? 60. നിങ്ങൾ പലർക്കും ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ ട്യൂഷൻ കുട്ടികളുടെ നോട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പലർക്കും ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ. എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയണ്ടേ? അപ്പോൾ ഞാൻ ഇവിടുന്ന് 60 എടുത്തു. എന്തുകൊണ്ടാണ്? 60 + 120 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. ഇനി ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? 6 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ് എടുത്തിട്ട് വരയ്ക്കുക ആ പോയിന്റിൽ കൂടി. ഓക്കെ, അപ്പോൾ 6 സെൻറ്റിമീറ്റർ. ഇനിയത്തെ നിങ്ങൾ നോക്കണ്ട, ഇതങ്ങോട്ട് കൂട്ടി വരച്ചാൽ ആയിക്കോളും. അപ്പോൾ നോക്കിയേ, ഇതും 120 ആയിരിക്കും, ഇതും 60 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാമല്ലോ. നമ്മുടെ ട്രഡീഷണൽ പേര് തന്നെ കൊടുത്തുകളെ. എന്താണ്? ABCD. ഇടയ്ക്ക് നമ്മൾ ട്രഡീഷണൽ പേര് മറക്കാൻ പാടില്ലല്ലോ, അത് കൊടുത്തു. ഇനി എന്ത് വേണം? ഇതിൻ്റെ 4 വശങ്ങളും വെച്ചിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കണം. എങ്ങനെയാണ്? ഡയമീറ്റർ എത്ര വരണം? 6. അപ്പോൾ ഡയമീറ്റർ 6 വരണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ റേഡിയസ് എത്ര എടുക്കണം? നമ്മൾ 3. അപ്പോൾ 3 റേഡിയസ് എടുത്തിട്ട് വരയ്ക്കാം. എന്താ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ മക്കളെ? ഇപ്പം നമ്മൾ പിക്ചർ വരച്ചു അല്ലേ, കണ്ടില്ലേ? O എന്ന് പറയുന്ന ഒരു കോമൺ പോയിന്റ് കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അത് തന്നെയാണ്. എന്താണ്? O ഈസ് എ പോയിന്റ് കോമൺ ടു ഓൾ ദ 4 സർക്കിൾസ്. കാര്യം വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. പക്ഷെ അത് പ്രൂവ് ചെയ്ത് കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വേണം? അതിന് വേണ്ടുന്ന തെളിവുകളൊക്കെ നിരത്തണം അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കണം. ആരെയൊക്കെ തമ്മിലാ? ഇങ്ങോരെ 2 പേരെയും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യണം. ഇവിടെ ഡോട്ടഡ് ലൈൻസ് ഇട്ടിട്ട് നമുക്ക് ഇവരെ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യാം. ഇനിയോ ഇപ്പുറത്തേക്കും ഇതേപോലെ നമ്മൾ ഡോട്ടഡ് ലൈൻസിൽ നമ്മൾ നടത്തുന്ന കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടാട്ടോ ഡോട്ടഡ് ലൈൻസ് ചെയ്യുന്നേ. അപ്പം നമ്മൾ ഡോട്ടഡ് ലൈൻസിൽ ഇവരെ തമ്മിൽ ജോയിൻ ചെയ്തു. ഇങ്ങനെ ജോയിൻ ചെയ്ത് വരച്ചു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ടു പ്രൂവ് O ഈസ് എ പോയിന്റ് കോമൺ ടു ഓൾ സർക്കിൾസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ABCD അല്ലേ, കൺസിഡർ ദ റോംബസ് ABCD എടുത്തു. നമ്മൾ അതിന് വേണ്ടി നടത്തിയ കൺസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? കൺസ്ട്രക്ഷൻ ജോയിൻ എന്തൊക്കെ ചെയ്തു നമ്മൾ? DB ആൻഡ് AC. DBയും ACയും ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ നോക്കിയേ, നമ്മുടെ ഈ O എന്ന് പറയുന്ന പോയിന്റ് ആദ്യത്തെ നോക്കിയേ, ഈ ആംഗിൾ അല്ലേ, ഈ ആംഗിൾ നമ്മുടെ 90 ഡിഗ്രി ആയിരിക്കില്ലേ? എന്തുകൊണ്ടാ? ഇത് നമ്മുടെ ഈ സെമി സർക്കിളിൻ്റെ ഭാഗമാണ്. ഈ സെമി സർക്കിളിൽ ഉണ്ടായേക്കുന്ന ആംഗിൾ, ഓൺ ദ സർക്കിളിൽ ഉണ്ടായേക്കുന്നതാണ് ഈ ആംഗിൾ. അതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഈ 4 വശത്തേക്ക് നോക്കിയേ, ഈ സർക്കിളിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ ആംഗിൾ. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ സർക്കിളിൻ്റെ ഭാഗമാണ് ആ പോയിന്റിൽ ഉണ്ടായേക്കണതാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി. ഇനി ഇതെടുക്കുമ്പോൾ ഇത് 90 ഡിഗ്രി. അപ്പോൾ പടം കാണുമ്പോൾ വലിയ വലിയ എന്തോ സംഭവമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും എന്താണ്? ഇത് വെറും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പ്രൂഫ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ആംഗിൾ AOD ഈക്വൽ ടു പിന്നെ ആരെ പറയാം? ആംഗിൾ DOC ഈക്വൽ ടു ആംഗിൾ AOB ഈക്വൽ ടു ഇനി ആരാണ്? ആംഗിൾ BOC ഈക്വൽ ടു 90 ഡിഗ്രി. എന്താ ഏത് മക്കൾ റീസൺ? ആംഗിൾ ഓൺ എ സെമി സർക്കിൾ ഈസ് 90 എന്ന് എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ ഇതിനെല്ലാം റീസൺ ഇതാണ്. ഇനി ആംഗിൾ ഓൺ എ സെമി സർക്കിൾ 90 ആണ്, സമ്മതിച്ചു. ഇനി ഇത് ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ AB, ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ DC, ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ BC, ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ AB. അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം ഇങ്ങനെ ഡയമീറ്ററിൽ, അതായത് സെമി സർക്കിളിൽ ഫോം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് 90 ഡിഗ്രി എന്ന് പറയാൻ സാധിച്ചത്. അപ്പോൾ നോക്കിയേ,
ഇതെല്ലാം ചേർന്നപ്പോഴും ഓരോന്നിലും നമുക്ക് എന്താ കിട്ടിയത് 90 ഡിഗ്രി. അപ്പോൾ ഈ O ഈസ് എ പോയിന്റ് കോമൺ ടു ഓൾ ദ സർക്കിൾസ് എന്ന് വന്നില്ലേ? അത്രേ ഉള്ളൂ ഇത് പ്രൂഫ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ O ഈസ് എ പോയിന്റ് കോമൺ ടു ഓൾ ദ സർക്കിൾസ് എന്ന് വന്നു. ഏതിലാ? കാരണം എല്ലാത്തിലും എന്ത് വന്നിട്ടുണ്ട്? O വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore O is a point common to all the circles. Hence proved. ഇനി എന്താ അടുത്തത്? ഇതുപോലെ തന്നെ എന്തിൽ കാണിക്കണം ഇത്? നമ്മളുടെ കൈറ്റ്, അതായത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററലിലും ഇത് ശരിയാണെന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു കൈറ്റ് വരയ്ക്കാം അല്ലേ? എങ്ങനെ വരയ്ക്കും കൈറ്റ്? ഇതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ലെങ്ത് ഫിക്സ് ചെയ്യുക. കൈറ്റിൻ്റെ പ്രത്യേകത എന്താ? അടുത്തടുത്ത് വരുന്ന സൈഡുകൾ ഈക്വൽ ആയിരിക്കും. പിന്നെയോ 4 ആംഗിൾസ് ഈക്വൽ ആയിരിക്കുമോ? അല്ല കേട്ടോ. കൈറ്റ് ഇതിപ്പോൾ നമ്മളിങ്ങനെ വരച്ചു എന്ന് വിചാരിക്കാം. ഉണ്ടോ? അതിലാരും ഈക്വൽ ആവും? ഇങ്ങോരും ഈക്വൽ ആവും. പിന്നെന്താണ്? ഇവരെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നോക്കി, അൺഈക്വൽ ആയിട്ടുള്ള ലെങ്ത്തുകൾ വരുന്ന ഇതേണ്ടോ? ഇത് രണ്ടും ഈക്വൽ ആണേ. അതുപോലെ ഇത് രണ്ടും ഈക്വലാണ്. പക്ഷെ ഈ ആംഗിളുകൾ ഈക്വൽ ആവും. മൊത്തം 360 വരെ വേണം. അപ്പോൾ ഇതാണ് നമുക്ക് കൈറ്റ് വരയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലൂ. അപ്പോൾ നമുക്ക് ഇത് എത്ര എടുക്കാം? നമ്മൾക്ക് ആദ്യം ഒരു ഫിക്സ് ചെയ്യണ്ടേ? ഏകദേശം നമുക്കിതൊരു 5 സെൻറ്റിമീറ്റർ ഒന്ന് എടുക്കാം. ഇതിനെ നമുക്കൊരു 8 സെൻറ്റിമീറ്റർ ഒന്ന് എടുക്കാം. അപ്പോൾ അത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം കേട്ടോ. 5 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഇനി ഇവിടെ നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു 100 എടുത്ത് വരയ്ക്കാം അല്ലേ? ഇവിടുന്ന് നമ്മളൊരു 100 വേണ്ട, 110 എടുത്ത് വരയ്ക്കാം. ഇവിടുന്ന് ഒരു 110 ഡിഗ്രി എടുത്ത് വരച്ചു. എത്രയാണ് നമ്മൾ ലെങ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്? 8. വരച്ചല്ലോ. അപ്പം ഇത് 110. ഇനി നോക്കിയേ, നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ആർക്ക് എടുത്ത് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. കാണാവോ മക്കളെ? ആദ്യത്തേത് മിസ്സ് സ്കെച്ച് വെച്ച് വരച്ചപ്പോഴേ ഇച്ചിരി പരന്നുപോയി. അതുകൊണ്ട് മിസ്സ് ഇത് വീണ്ടും റീഡ്രോ ചെയ്തതാട്ടോ. ഇതും അതുപോലെ തന്നെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഇവർ 4 പേരും തമ്മിൽ കൂട്ടിമുട്ടണ ഈ ഒരു പോയിന്റ് O ഉണ്ടല്ലേ? ഈ 4 സർക്കിളുകളും കൂട്ടിമുട്ടണ ഈ പോയിന്റ് O, അത് അതിൻ്റെ കോമൺ പോയിന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ നടത്തിയ പോലെ തന്നെ 2 കൺസ്ട്രക്ഷൻ നമ്മൾ നടത്തിയ എന്താണ്? ഇവരെ തമ്മിൽ ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ഇനിയോ ഈ 2 ഡയഗണൽസ്, ഇവിടുത്തെ ഈ 2 വെർട്ടെക്സ് തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ഡയഗണൽ വരയ്ക്കും. അപ്പം മുമ്പേ ചെയ്ത പോലെ തന്നെ നോക്കിയേ, ഈ 4 ആംഗിൾസ് 90 ഡിഗ്രി ആണെന്ന് വരൂല്ലേ? ഈ 4 ആംഗിൾസ് നോക്കിയേ, ഇത് ഈ സെമി സർക്കിളിൻ്റെ ഭാഗമാണ്. അപ്പം ഇത് 90 ഡിഗ്രി. ഇനി ഇത് ഈ സെമി സർക്കിളിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് ഇത് 90 ഡിഗ്രി. ഇനി ഇത് ഈ സെമി സർക്കിളിൻ്റെ ഭാഗമാണ്, അപ്പോൾ ഇത് 90 ഡിഗ്രി. അതേപോലെ ഇത് ഈ സെമി സർക്കിളിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് അത് 90 ഡിഗ്രി. അപ്പോൾ ഇതിൽ 4 എണ്ണത്തിൻ്റെയും എന്ത് എഴുതാ? ഇത് 4 പോയിന്റ് 90 ഡിഗ്രി ആണെന്ന് എഴുതാൻ മുമ്പേ എഴുതിയ പോലെ തന്നെ. അപ്പോൾ ആദ്യം ഒരു പേരും എടുക്കുക, ABCD എന്ന് കൊടുക്കുക. ഓയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പേര്. ഇവിടെ നമുക്ക് എന്ത് വരും? ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ AOD ഈക്വൽ ടു ആംഗിൾ BOC ഈക്വൽ ടു ആംഗിൾ COD ഈക്വൽ ടു 90 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് 90. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതെല്ലാം 90 ഡിഗ്രിയാണ്. വ്യത്യസ്ത സർക്കിളുകളാണെന്നേ ഉള്ളൂ, പക്ഷേ എല്ലാം 90 ഡിഗ്രി. Therefore O is a point common to all circles. ഇത്രയും മതി. കണ്ടോ? അതാ ഞാൻ പറഞ്ഞ പടം ഭയങ്കര വരയ്ക്കാൻ സമയം എടുക്കുക, പക്ഷെ സംഭവം പ്രൂവ് ചെയ്യാൻ സിമ്പിളാണ്. മനസ്സിലായി എന്ന് വിചാരിക്കണം മക്കൾക്ക്. ഇനി ഇത് വേറെ രീതിയിലും പ്രൂവ് ചെയ്യാം. അതെങ്ങനെയാണ്? നമ്മുടെ ABD ഈ ട്രയാങ്കിൾ എടുക്കാം.
ഈ ട്രയാങ്കിളിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, എ ഒ ബിയും എ ഒ ഡിയും. ഇത് രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ എന്തുകൊണ്ട് ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാൻ പറ്റുന്നത്? അതെ, ഇത് നമ്മുടെ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ വശമാണ്. ഇത് രണ്ട് 90 ഡിഗ്രി ആണ്. പിന്നെ ഈ എ ഒ എന്ന് പറയുന്നത് അതിൻ്റെ കോമൺ സൈഡാണ്. ഇത്രയും മതിയല്ലോ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. എന്താണ്? സൈഡുകൾ ഈക്വൽ, കോമൺ വശം, പിന്നെ ഇത് ആംഗിൾ 90 ഡിഗ്രി. ഇത് പിന്നെ എന്ത് പറയാം? അത്രയും മതിയല്ലോ പ്രൂവ് ചെയ്യാനുള്ളതായി. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടുപേരും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബി ഒ ഈക്വൽ ടു, അത് ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ എന്താ, ഈ വശങ്ങളും ഈക്വൽ ആവും അല്ലേ, ബി ഒ ഈക്വൽ ടു ഒ ഡി എന്ന് പറയാം. ഇനി അതുപോലെ ഇവർ രണ്ടുപേരും ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എഗെയിൻ നമുക്ക് ഒരു വശത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇതേപോലെ തന്നെ ബി ഒ ഈക്വൽ ടു ഒ ഡി എന്ന് പറയാമല്ലോ. ഇതെടുത്തിട്ട് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പം എന്ത് വന്നു? അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒ ഇസ് എ പോയിന്റ് കോമൺ. അതിനെ കഴിഞ്ഞാൽ നല്ലത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞൊരു മെത്തേഡല്ലേ, കാരണം എന്താ, നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെയല്ലേ അത്. അപ്പം അത് പറഞ്ഞാലും മതി. ഓ എന്തിലുണ്ട്? ഈ 4 എണ്ണത്തിൻ്റെ 90 ഡിഗ്രി മേക്ക് ചെയ്യണത് എവിടെയാണ്? ഓ എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ ഓ ഇല്ലെങ്കിൽ പിന്നെ അവിടെ 90 ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഒ ഇസ് എ പോയിന്റ് കോമൺ ടു ഓൾ ദ സർക്കിൾസ്. അപ്പോൾ മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ഫീഡ്ബാക്കും എന്നെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ്. താങ്ക് യു.